എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അടിപൊളി വാനില ഐസ്ക്രീം റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൽ ക്രീമോ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല, ബീറ്ററിൻ്റെ പോലും ആവശ്യമില്ല. എന്നാൽ തന്നെ നമുക്ക് അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് തണുത്ത പാലിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടിൻ, അതായത് ഒരു 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് തിളക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട കിട്ടും. അപ്പോൾ നല്ല പോലെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു തിക്കായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കൂട്ട്, പാലും കണ്ടൻസ്ഡ് മിൽക്കും കോൺഫ്ലോറും പഞ്ചസാരയും കൂടി ചേർത്ത കൂട്ട് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ നേരം, അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം സെറ്റായിട്ടുള്ള ഐസ്ക്രീമാണ് കാണുന്നത്. ഇതിപ്പോൾ തന്നെ ഉപയോഗിക്കാം, പക്ഷെ ഒന്നുകൂടെ കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതേ കണ്ടെയ്നറിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്കത് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറോളം നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ആ 8 മണിക്കൂറും കഴിഞ്ഞിട്ടുള്ള ഐസ്ക്രീമാണ് ഈ കാണുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. സ്കൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കത് കിട്ടും. ഇത് കാണുന്നത് പോലെയല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ ക്രീമൊന്നും ആവശ്യമില്ല. അതിനേക്കാളും ക്രീം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്